തെന്നിന്ത്യ കാത്തിരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. നട്പിനായകൻ സൂര്യയുടെ ഏറെ നാളായി ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരുന്ന ആ ബ്രഹ്മാണ്ഡ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ശിവ സംവിധാനം ചെയ്ത കങ്കുവ. എന്താണ് കങ്കുവ? തനത് സംസ്കാരവും ജീവിത രീതികളുമായി കഴിയുന്ന ഒരു നാട്, അവിടേക്ക് അധിനിവേശ ശക്തികൾ കടന്നു വരുന്നതും അതിനെതിരെ നാട് നടത്തുന്ന ചെറുത്തുനിൽപ്പും ഒക്കെയാണ് സിനിമയുടെ ഒരു കഥാതന്തു എന്ന് പറയാം. ഒരുപക്ഷെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണിത്. വിഖ്യാതമായ ഗോഡ് സീരീസ് മുതൽ ഇങ്ങ് മലയാളത്തിന്റെ ഈ അടുത്തിറങ്ങിയ അജയന്റെ രണ്ടാം മോഷണവും വിക്രം പാരഞ്ച് ചിത്രം തങ്കലാനും അങ്ങനെ ഒരുപാട് സിനിമകൾ, ലോക പ്രശസ്ത ഹോളിവുഡ് ചിത്രമായ അപ്പോകലിപ്സ തുടങ്ങി നിരവധി സിനിമകളുടെ പ്ലോട്ട് തന്നെയാണ് കങ്കുവയുടെ. ചിരപരിചിതമായ ഈ പ്ലോട്ടിൽ നിന്നുമാണ് ശിവ സൂര്യയെ നായകനാക്കി കങ്കുവ ഒരുക്കിയിരിക്കുന്നത്. 2 വർഷത്തിന് ശേഷമാണ് സൂര്യ നായകനായ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തന്റെ സിനിമകളിൽ എന്നും വ്യത്യസ്തത തേടുന്ന സൂപ്പർ താരം സൂര്യ കങ്കുവയിലും ഇതുവരെ കാണാത്ത ഒരു സൂര്യയെ തന്നെയാണ് ശിവ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും. സൂര്യയെ കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. സംഭവം ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിലും ആസ് ആൻ ഓഡിയൻ എങ്ങനെയാണ് സിനിമ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമല്ല കങ്കുവ നമുക്ക് സമ്മാനിക്കുന്നത്. സിനിമ ആരംഭിക്കുന്നത് 1070 നിന്നുമാണ്. അവിടെ നിന്നും ജമ്പ് ചെയ്ത് 2024 എത്തുന്നു. തുടർന്ന് ആവശ്യാനുസരണം പോവുകയും വരികയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നു. 5 ദ്വീപ് രാജ്യങ്ങളും അവ ചേർന്നുണ്ടാകുന്ന ഒരു ലോകവുമാണ് സിനിമയുടെ പ്രധാന കഥാപരിസരം. ആർട്ട് ഡയറക്ടറുടെയും ഛായാഗ്രാഹകന്റെയും വിഷന്റെ സഹായത്തോടുകൂടി മനോഹരമായി തന്നെ ശിവ ആ ലോകം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ കയ്യടികൾ അദ്ദേഹം അർഹിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ഈ ലോകം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. അവിടെ നിന്നും സിനിമ 2024 എത്തുമ്പോൾ അതുവരെ കാണിച്ചിരുന്ന ശ്രദ്ധയുടെ ഒരു തരിമ്പ് പോലും ശിവ എന്ന സംവിധായകനിലും എഴുത്തുകാരനിലും നമ്മൾ കാണുന്നില്ല എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കായി മാറുന്നത്. സമീപകാലത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും മോശം ഭാഗങ്ങൾ തന്നെയാണ് കങ്കുവയുടെ ഈ പ്രസന്റ് കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. നിരാശപ്പെടുത്തുന്ന എന്നല്ല, അക്ഷരാർത്ഥത്തിൽ അസഹനീയമാണ് ചില രംഗങ്ങളൊക്കെ. സൂര്യയുടെ ഫ്രാൻസിസ് എന്ന കഥാപാത്രവും ദിഷ പഠാനിയുടെ നായിക കഥാപാത്രവും സഹതാരങ്ങളും എല്ലാം മത്സരിച്ച് വെറുപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത്. തിരികെ കങ്കുവയുടെ ലോകത്തേക്ക് പോകുമ്പോഴാണ് പ്രേക്ഷകർക്ക് ഒരു ആശ്വാസം കിട്ടുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ഒരേ ടോണിൽ തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ കാതടപ്പിക്കുന്ന ഉച്ചത്തിലുള്ള ടോൺ തന്നെയാണ്. ഉച്ചത്തിൽ പറഞ്ഞാൽ ആഴത്തിൽ പതിയുമെന്ന മിഥ്യാധാരണയുള്ളതുപോലെയാണ് വരുന്നവരും പോകുന്നവരുമായിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ സിനിമ തന്നെയും അല്ലറി വിളിക്കുന്ന കാഴ്ചയാണ് 2-2.5 മണിക്കൂർ നമ്മൾ കാണുന്നത്. കഥാപാത്രങ്ങളുടെ ആർക്ക് ഒരുക്കുന്നതിലോ നിശബ്ദതയുടെ സൗന്ദര്യം തിരിച്ചറിയുന്നതിലോ ഒന്നും സംവിധായകൻ വിജയിച്ചിട്ടില്ലെന്നല്ല, അതിന് അദ്ദേഹം ശ്രമിച്ചിട്ട് പോലുമില്ല എന്നുള്ളത് നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ഭയങ്കരമായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് കഥയിലെയും തിരക്കഥയിലെയും ഓട്ടകൾ അടയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകനെയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവരെ പുറത്തിറങ്ങിയ മിക്ക സിനിമകളിൽ നിന്നും സീരീസുകളിൽ നിന്നും ഒക്കെ അവിടുന്നും ഇവിടുന്നും ഒക്കെ പെറുക്കിയെടുത്ത് അടുക്കി വെച്ച ഒരു സിനിമ പോലെയാണ് പിന്നീട് അങ്ങോട്ട് കങ്കുവ കാണുന്നത്. ചിരപരിചിതമായ ഒരു കഥയെ രാജമൗലിയിൽ നിന്നും കടം കൊണ്ട മേക്കിംഗ് കൊണ്ട് എപ്പിക്കാക്കാനുള്ള ഒരു പാഴ് ശ്രമം, അത് മാത്രമാണ് ശിവ കങ്കുവയിൽ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ബോളിവുഡ് താരങ്ങളായിട്ടുള്ള ദിഷ പഠാനിയുടെയും ബോബി ഡിയോളിന്റെയും തമിഴ് എൻട്രി കൂടിയായിരുന്നു കങ്കുവ. എന്നാൽ ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ പോലെ തന്നെ വന്ന് എന്തൊക്കെയോ ബഹളമൊക്കെ വെച്ച് എന്തൊക്കെയോ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി എവിടെയോ കാണാതാകുന്ന 2 കഥാപാത്രങ്ങൾ. പല കഥാപാത്രങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ ഈ അടുത്തൊന്നും ഇത്ര മോശമായിട്ടുള്ള ഒരു നായിക കഥാപാത്രത്തെ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. ബോബി ഡിയോളിന്റെ ഇൻട്രോ ടീസറിലും ട്രെയിലറിലും ഒക്കെ കണ്ടപ്പോ ഒരുപക്ഷെ തിയേറ്ററിൽ സൂര്യക്കൊപ്പം നിൽക്കുന്ന ഒരു കിട്ടില്ലൻ വില്ലൻ കഥാപാത്രത്തെ കാണാൻ സാധിക്കുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന് തോന്നിപ്പിച്ചിട്ട് കാറ്റ് നിറച്ച ബലൂൺ പോലെ എവിടെയോ പറന്നുപോയി അദ്ദേഹം. ടെക്നിക്കലി മികച്ച ഒരു സൃഷ്ടി തന്നെയാണ് കങ്കുവ. പക്ഷേ പൊളിറ്റിക്സിന്റെ എല്ലിങ്കഷം പോലെ വോക്ക് സമൂഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള പലതും കുത്തിക്കയറ്റുന്ന കുറേ കാര്യങ്ങൾ വലിയൊരു താരനിര തന്നെ ശിവ ചിത്രത്തിൽ അണിനിരത്തുന്നുണ്ട്. പക്ഷേ ഓവർ ദ ടോപ്പ് മേക്കിങ്ങും ഒഴുക്കും ആത്മാവില്ലാത്ത എഴുത്തും മൂലം കങ്കുവ അടക്കം പ്രധാന കഥാപാത്രങ്ങളിൽ ഇതൊന്നും തന്നെ സ്പർശിക്കുന്ന പോലുമില്ല. സിനിമയുടെ ആകെയുള്ള സേവിങ്സ് ഗ്രേസ് സൂര്യയുടെ പ്രകടനം മാത്രമാണ്. അതാണ് ആദ്യം പറഞ്ഞത്. സൂര്യയെ കാണാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളവും ഹൈ പ്രൊമോഷനും കൊടുത്തു വന്ന കാറ്റ് നിറച്ച ഒരു ബലൂൺ മാത്രമായിട്ടാണ് കങ്കുവ ഫീൽ ചെയ്തിരിക്കുന്നത്. കങ്കുവ കണ്ട പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.